ഹലോ! എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ നമ്മളൊരു വ്ളോഗായിട്ട് വരുന്നത്. മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ജൂലൈ 24 എൻ്റെ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. പക്ഷേ അന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ നമുക്കന്ന് ഈവനിംഗ് പോവാനോ ഒന്നും പറ്റിയില്ല. കുഞ്ഞിനും അന്ന് ക്ലാസ്സിലൊക്കെ പോകണമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സൺഡേയിലേക്ക് പോവാണ് കേട്ടോ. ഇന്ന് ജൂലൈ 27 26 ആയിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ പോവാണ്. ഞാനും ചേട്ടനും മാത്രമല്ല, വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വല്യമ്മയും ഉണ്ട്. ദേ നമ്മളെറങ്ങി അവരെ പിക്ക് ചെയ്യാനായിട്ട് വരികയാണ് കേട്ടോ. അവര് ഓൾറെഡി കുറച്ച് പോസ്റ്റായി. കാരണം ഞങ്ങള് പമ്പിലൊക്കെ കേറി പെട്രോളൊക്കെ അടിച്ച് വന്നപ്പോഴത്തേക്ക് ഏകദേശം കുറേ ലേറ്റായി. അവരൊരു 45 മിനിറ്റോളം ഈ വഴിയിൽ തന്നെ നിൽക്കുവായിരുന്നു കേട്ടോ. പിന്നെ വല്യമ്മയുണ്ട് ഇത്തവണ ഞങ്ങടെ കൂടെ. കാറിനായോണ്ട് തന്നെ വല്യമ്മയും പോരാന്ന് വിചാരിച്ചു. കാരണം ബസ്സിന് യാത്രയൊക്കെ ഇപ്പൊ പാടാണ് കേട്ടോ. പ്രായമായോണ്ട് തന്നെ മുട്ടിന് വേദന അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ബസ്സിനുള്ള യാത്ര ഇപ്പൊ ഭയങ്കര കുറവാണ്. അല്ലെ തന്നെ ഇപ്പൊ അങ്ങനെ വല്യമ്മ എവിടെയും പോവാറില്ല. പിന്നെ ഞങ്ങള് ഒക്കെ നിർബന്ധിച്ചപ്പോഴത്തേക്ക് എന്നാ ഒരുങ്ങി വന്നതാണ് ട്ടോ. അപ്പൊ ദേ അമ്മ വല്യമ്മേനെ കാറിലേക്ക് കേറ്റുന്നുണ്ട്. അച്ചാച്ചനും റെഡിയായിട്ട് കേറുന്നുണ്ട് ട്ടോ. ഞങ്ങള് സത്യം പറഞ്ഞാ കുറേ ഒരു 1 വീക്കിന് ശേഷമാണ്, 1 വീക്കല്ല ഒരു 2 വീക്കിന് ശേഷമാണ് ഞങ്ങള് കാണുന്നത്. അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഞാൻ ഈ പ്രഗ്നന്റ് ആയതിനു ശേഷം എപ്പോഴും വീട്ടിൽ തന്നെ ആയിരുന്നു. എനിക്ക് വോമിറ്റിംഗ് ഒക്കെ ആയിരുന്നോണ്ട് കൂടുതലും ഞാൻ വീട്ടിലായിരുന്നു. ഇപ്പൊ കുറച്ച് നാളായിട്ട് ചേട്ടന്റെ വീട്ടിലായിരുന്നു. അപ്പൊ ദേ ഞങ്ങൾ അവരെയും പിക്ക് ചെയ്ത് നേരെ നമ്മള് പാമ്പാടിയിലേക്ക് പോവാണ് ട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങള് വരുന്നുണ്ടെന്നുള്ള കാര്യവും അവർക്കറിയായിരുന്നു. കാരണം ഓൾറെഡി അവര് ഫ്രൈഡേ കേക്കൊന്നും കട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഞങ്ങള് വരുന്നോണ്ട് തന്നെ ഇന്ന് സൺഡേയിലേക്ക് കട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അവര് അവിടെ സെലിബ്രേഷനോ ഒന്നും തന്നെ ഇല്ലായിരുന്നു ട്ടോ. അപ്പൊ ദേ ഞങ്ങള് വരുന്നതൊക്കെ നോക്കി തന്നെ നിൽക്കാണ്. ഓൾറെഡി കിച്ചു രാവിലെ തൊട്ടേ എവിടെ എത്തി ഇവിടെ എത്തി എന്നുള്ള വിളിയായിരുന്നു. അതൊക്കെ കണ്ടില്ലേ നമ്മള് വന്നപ്പോഴത്തേക്ക് അതൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടൻ പിന്നെ ആ ഗിഫ്റ്റ് എൻ്റെ കയ്യിലോട്ട് കൊണ്ട് തന്നു കേട്ടോ. പിടിക്കാനായിട്ട്. ചേട്ടന് കവർ പിടിക്കുന്ന കാര്യമൊക്കെ ഭയങ്കര മടിയുള്ള കാര്യമാണ്. അപ്പൊ നമ്മള് വന്നപ്പോഴത്തേക്ക് അവിടെ അമ്മയില്ലായിരുന്നു ട്ടോ. അമ്മ ഇവിടെ എന്തോ കുടുംബ സംഗമത്തിനോ അങ്ങനെ എന്തോ പരിപാടിക്ക് പോയേക്കുവാണ്. കിച്ചു ഇവിടെ അച്ചിച്ചൻ മേടിച്ചു കൊടുത്ത കാറുമായിട്ട് കളിയായിരുന്നു ട്ടോ. ഈ പച്ചക്കാറ് നമ്മളെ കാണിക്കാണ്. അപ്പൊ നമ്മള് ബർത്ത്ഡേ സെലിബ്രേഷൻ അന്ന് അവന്റെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടാ കേറിയത്. വന്നപ്പോ തന്നെ നമ്മുടെ വീട്ടുകാരിയെ മിസ് ചെയ്തു. വേറെ ആരുമല്ല, നമ്മുടെ ചേച്ചീനെ കാണുന്നില്ല. അപ്പം അവളെന്ത് ചെയ്യുന്നു നോക്കാനായിട്ട് കുഞ്ഞിന്റെ കയ്യിൽ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം ഞാൻ അഞ്ജനെ തപ്പി വീട്ടിലെ അടുക്കളയിലേക്ക് നോക്കുകയായിരുന്നു കേട്ടോ. ചെന്നപ്പം ഞാൻ കണ്ട ഒരു കാഴ്ചയുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കൂ. മീൻ വെട്ടുകയാണ് കേട്ടോ. നല്ലൊരു പണിയാണ് അവൾക്ക് കിട്ടിയത്. ഒഴുവല് മീൻ വെട്ടുവാണ് ആള്. ഞാൻ വീഡിയോ എടുക്കുന്നൊന്നും ആൾ അറിഞ്ഞുമില്ല. വീഡിയോ ഇപ്പൊ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടത്. അപ്പൊ അതിന്റെ നമുക്ക് വെള്ളം എടുക്കുന്നുണ്ട്. നാരങ്ങ വെള്ളമൊക്കെ എടുക്കുന്നുണ്ട് ട്ടോ. അപ്പൊ ദേ കിച്ചു അവിടെ കൊച്ചച്ഛനെയും അമ്മച്ചനെയും ഒക്കെ ദാണ്ടെ കിച്ചുവും വിച്ചിയും കൂടെ ഒക്കെ വന്ന് കാറ് കാണിക്കുവാണ്. അച്ചച്ചൻ മേടിച്ചെന്ന കാറാണെന്ന് പറഞ്ഞ് 2 പേർക്കും 2 കളറാണ് കേട്ടോ. കിച്ചു പിന്നെ പണ്ടേ എന്റെ വീഡിയോസ് ഒക്കെ കാണുന്നവർക്കറിയാം, അവന് പച്ച കളറിനോടാണ് താല്പര്യം എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ അവന് പച്ച കാറും വിച്ചിക്ക് ബ്ലൂ കളർ കാറുമാണ് കേട്ടോ മേടിച്ചത്. അമ്മ ദേ വന്നപ്പോഴേ ഡ്രസ്സ് മാറി അവിടെ ഇവിടെ മീൻ വെട്ടാനിരിക്കുന്നുണ്ട്. എന്നോടും ചോദിച്ചു ഇരിക്കുന്നോന്ന്. പക്ഷെ എനിക്കിതൊക്കെ ഇത്ര അലർജി ആയതുകൊണ്ട് ഞാൻ കേറിയില്ല ട്ടോ. അപ്പൊ ദേ ഇവിടെ വിച്ചിയും കൊച്ചച്ഛനും കൂടെ കളി തുടങ്ങിയിട്ടുണ്ട്. കിച്ചു അവിടെ കാറുമായിട്ട് ഭയങ്കര മേളാണ് ട്ടോ. അമ്മയൊന്നും വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചു നേരം അവിടെ പോസ്റ്റായിരുന്നു കേട്ടോ. കുറച്ചു നേരം എല്ലാവരും കൂടെ ടി ഒക്കെ കണ്ട് വർത്താനം പറഞ്ഞ്. വിച്ചിക്ക് പിന്നെ പണ്ടേ കൊച്ചച്ഛനോട് ഭയങ്കര കാര്യമാണ്. വരുമ്പോഴേ ഓടി വന്നത് ആ മടിയിൽ കയറി കൊച്ചച്ഛൻ ലോലിപോപ്പൊക്കെ മേടിച്ചോണ്ടാ വന്നേ. അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും കുറച്ചു നേരം അവിടെ ഇരുന്ന് ഒക്കെ കണ്ട് അവരമ്മയും ചേച്ചിയും കൂടെ ഒക്കെ മീൻ വെട്ടുമായിരുന്നു കേട്ടോ. അപ്പൊ അവരവിടെ പണികൾ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടും കൂടെ ഇവിടെ വന്ന് വർത്താനം പറഞ്ഞിരിക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കുന്ന ആദ്യം ആള് കണ്ടില്ലായിരുന്നു, പിന്നെയാ കാണുന്നത്. ഞാനിത് പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതാണ് കേട്ടോ ഇപ്പൊ കണ്ടത്. അപ്പൊ ദേ ഇവിടെ എല്ലാം കൂടെ നിരന്ന് നിപ്പുണ്ട്. ഇവിടെ ഒരാള് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോ ഫോണും പിടിച്ച് മറച്ച് വെച്ചേക്കാണ് കേട്ടോ. ഇതെന്താണ് കാണിക്കണേന്ന് പോലും അറിയില്ല. കുറച്ച് നേരം അവിടെ ഇരുന്ന് ഒളിഞ്ഞു നോക്കി. ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ അമ്മയൊക്കെ വന്നപ്പോഴത്തേക്ക് എല്ലാവരും ഡൈനിങ് ടേബിളിന്റെ അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറയാണ് കേട്ടോ. ഇനിയിപ്പം അഞ്ജന ചെന്നിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ പിള്ളേരെ എല്ലാം അപ്പുറത്തുനിന്ന് വിളിച്ചുകൊണ്ട് വരാൻ, ചേട്ടൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് അണ്ണനെ ഏട്ടത്തിയൊക്കെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് കിച്ചുവിനെ എല്ലാം വിട്ടേക്കാണ് കേട്ടോ. ചൂരൽ ഇപ്പൊ അവിടെ മെയിൻ ആണ് കേട്ടോ. കാരണം പിള്ളേര് 3 പേരും കൂടെ ഉള്ളതുകൊണ്ട് അവിടെ എപ്പോഴും ചൂരലല്ല, മറ്റേ പുളിവടിയാണ് കേട്ടോ. അപ്പൊ ആ സമയം കൊണ്ട് അപ്പുറത്തുനിന്ന് അണ്ണനും ഏട്ടത്തിയൊക്കെ വരുന്നുണ്ട്. അച്ഛൻ ട്യൂഷന് പോയേക്കുമായിരുന്നു, അവനും വരുന്നുണ്ട്. കേക്ക് അങ്ങോട്ട് കൊണ്ട് വെച്ചപ്പോഴേ നമ്മുടെ കുട്ടീസ് രണ്ടും അടി തുടങ്ങി കട്ട് ചെയ്യാനുള്ള. ബർത്ത്ഡേ ബോയ് കട്ട് ചെയ്യുവോ, വിച്ചി കട്ട് ചെയ്യുവോ,
രണ്ടുപേരും കേക്കിന് വേണ്ടി അടി ഉണ്ടാക്കുവാണ് കേട്ടോ. അപ്പൊ അതെ നമ്മള് ഒരു കോഫി ഫ്ലേവർ കേക്കായിരുന്നു മേടിച്ചത്. അപ്പൊ അതെ മിച്ചിയും കിച്ചുവും കൂടെ അടി ഉണ്ടാക്കുവാണ് അതിന്റെ ചോക്ലേറ്റിന് വേണ്ടിയിട്ട്. അപ്പൊ അതെ അഞ്ജന 3 പേരെയും കൂടെ നിർത്തി കട്ട് ചെയ്യിക്കുന്നുണ്ട്. കണ്ടില്ലേ? ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാ വർഷവും 3 പേരും കൂടെ നിന്നാണ് കേക്ക് കട്ട് ചെയ്യുന്നതെങ്കിലും ലാസ്റ്റ് കേക്കിന് വേണ്ടി എപ്പോഴും അടിയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കേക്ക് കട്ടിംഗ് ഒക്കെ ദാ ഇവിടെ ഗംഭീരമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 3 പേരും കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വായിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് എല്ലാവരും. കിച്ചുവിനും കൊടുക്കുന്നുണ്ട്, വിച്ചിക്കും കൊടുക്കുന്നുണ്ട്. ഇതെണ്ണും അഞ്ജനയും അച്ഛയും അച്ചുവും ഞാനും അമ്മയും കൊച്ചച്ഛനും എല്ലാവരും ദാ വന്ന് അവന് കേക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഓരോ ഫങ്ഷൻസ് ഒക്കെ അല്ലേ നമ്മളെപ്പോഴും ഒരു സന്തോഷം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് ആണല്ലോ ഇങ്ങനെ ചെറിയ ചെറിയ ഫങ്ഷൻസ് ഒക്കെ അല്ലേ. നമ്മളെ എല്ലാ വർഷവും ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കുന്നവരല്ല. പക്ഷെ കുഞ്ഞിന്റെ ബർത്ത്ഡേ വരുമ്പോൾ നമ്മളും അറിയാതെ ഇങ്ങനെ ഓടി വരും കേട്ടോ അവനെ കാണാനും. അവനും ആ ബർത്ത്ഡേ മാസം വരുമ്പോഴത്തേക്ക് ചോദിക്കും, ഇത്തവണ എനിക്ക് ഗിഫ്റ്റ് എന്നാ മേടിച്ചു തരുന്നേ, ഉടുപ്പാണോ അതോ ടോയ് ആണോ എന്നൊക്കെ എപ്പോഴും വന്നിരിക്കും. അതുപോലെ തന്നെ ഈ മാസവും എന്റെ ബർത്ത്ഡേ മെയ് കഴിഞ്ഞപ്പോൾ തന്നെ അപ്പു എനിക്ക് ഇത്തവണ ബർത്ത്ഡേക്ക് എന്നാ ഗിഫ്റ്റ് തരുന്നതെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ ആളിരുന്നത്. അതിനുശേഷം എന്താ കേക്ക് കട്ടിങ് ഒക്കെ കഴിച്ച് നമ്മൾ ചോറുണ്ണാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ദേ കിച്ചുവും അച്ചിച്ചയും കൂടെയാണ് എല്ലാം വിളമ്പുന്നത്. അപ്പൊ ദേ അഞ്ജന എനിക്ക് നല്ല സ്പെഷ്യൽ തേങ്ങാ ചമ്മന്തി കൊടുത്തരും. ഇത് ഞാൻ പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ് കേട്ടോ. കല്ലേൽ അരയ്ക്കണം, എനിക്ക് കാന്താരി ചമ്മന്തി വേണമെന്ന് പറഞ്ഞിട്ട് കാന്താരിയും തേങ്ങയും കൂടെ ഇട്ട് എനിക്കായിട്ട് മാത്രം സ്പെഷ്യലാണ് കേട്ടോ അത്. ഇത് ഞാൻ 2 ദിവസം മുമ്പേ അവളെ വിളിച്ച് പറഞ്ഞതാണ്. അപ്പം എനിക്കായിട്ട് ഇത് മുഴുവൻ കഴിച്ചു തീർക്കണമെന്ന് പറഞ്ഞ ആളെനിക്ക് കൊണ്ടു തന്നതാണ്. നല്ല അടിപൊളി തേങ്ങാ ചമ്മന്തി ആയിരുന്നു, മോശം പറയരുതല്ലോ. നല്ല കാന്താരിയൊക്കെ ഇട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ മോരും പപ്പടവും പയറ് മെഴുക്കുവരട്ടിയും ചക്കക്കുരു മെഴുക്കുവരട്ടിയും പിന്നെ പോർക്കൊക്കെ ഉണ്ടായിരുന്നു. ഞാനതൊന്നും കൂട്ടില്ലാത്തതുകൊണ്ട് അതൊന്നും കൂട്ടിയില്ല. അതെ ഒഴുവല് ഫ്രൈ ചെയ്തു. പക്ഷെ ഞാൻ ആ തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ കൂടുതലും കഴിച്ചത്. എനിക്ക് കാരണം ഞാനത് പറഞ്ഞത് കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കല്ലേല് തന്നെ അരച്ച നല്ല തേങ്ങാ ചമ്മന്തിയായിരുന്നു കേട്ടോ. ഞാനത് ഏകദേശം മുഴുവൻ കാലിയാക്കിയിട്ടുണ്ട്, ഉള്ള കാര്യം പറയാലോ. അവരെല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ് ചെയ്ത മുഴുവൻ ഞാനാ. അതിനുശേഷം എന്താ ഇവിടെ ഒരാൾ ഗിഫ്റ്റ് പൊട്ടിക്കൽ ചടങ്ങിലോട്ട് എത്തിക്കുന്നുണ്ട്. ഞാനിത് ഗിഫ്റ്റ് റാപ്പ് ചെയ്തൊക്കെയാ കൊണ്ടുവന്നേ. അത് ഈ പേപ്പർ ഇവന് പൊട്ടിച്ചെടുക്കാൻ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് തന്നെ ആള് തന്നെ അതെല്ലാം പൊട്ടിച്ച് നോക്കുന്നുണ്ട് ഗിഫ്റ്റ് എന്താണെന്നൊക്കെ നോക്കി. ഞാൻ 2 ജോഡി ഡ്രസ്സാണ് കേട്ടോ കൊടുത്തേ. പാന്റും ഷർട്ടും അതുപോലെ ഒരു പാന്റും ടീഷർട്ടും ആയിട്ടാണ് കൊടുത്തത്. അപ്പൊ ആളത് പൊട്ടിക്കാൻ കിടന്ന് പാടുപെടുന്ന കണ്ടപ്പോ പിന്നെ ഞാൻ തന്നെ ചെന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഇച്ചിരി പൊട്ടിക്കാൻ ഇച്ചിരി വള്ളിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ അത് അവനെ കൊണ്ട് തുറന്നു. അതിന്റെ ഇടയ്ക്ക് അവൻ കൊണ്ടുവന്ന് എനിക്ക് മിഠായിയൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ദേ കണ്ടില്ലേ, ഗിഫ്റ്റ് കാണുമ്പോഴുള്ള ഒരു എക്സ്പ്രഷൻ ആണത്. ഞാൻ കൂടുതലും ഗ്രീൻ കളർ നോക്കിയാണ് എടുക്കാറ്. നമുക്ക് കറക്റ്റ് ഗ്രീൻ കിട്ടില്ലെങ്കിൽ ഡാർക്ക് ഗ്രീൻ ഒക്കെ കൂട്ടിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം ആദ്യത്തെ ഒരു ജീൻസിന് കോംബോ ടീഷർട്ട് ഗ്രീൻ കളറും ഒരു ഗ്രേ കളർ ജീൻസും ആയിരുന്നു. അപ്പൊ അവന് ആദ്യം ഞാൻ നിക്കറും ബനിയനുമാണ് എടുക്കാന്ന് വിചാരിച്ചിരുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു, അപ്പൊ എനിക്ക് നിക്കർ വേണ്ട, പാന്റ് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ പാന്റ് എടുത്തു. പിന്നെ ദാ ഈ ഒരു ഷർട്ട്, എനിക്ക് ഈ ഒരു ഷർട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പൊ അത് കണ്ടപ്പോ ഞാൻ ആ ഒരു ഷർട്ട് എടുത്താണ് കേട്ടോ. അത് സെറ്റ് അല്ലായിരുന്നു, ഞാനത് സെപ്പറേറ്റ് ആയിട്ട് ഓൺലൈനിൽ എടുത്താണ് ആ ഒരു ഷർട്ടും. പിന്നെ ദാ ഈ ഒരു ഗ്രീൻ കളർ പാന്റും ആയിരുന്നു കേട്ടോ, ജോഗർ. ആ പാന്റ് കാണുമ്പോൾ ബ്ലാക്ക് ആണെങ്കിലും അത് ഡാർക്ക് ഗ്രീൻ കളറായിരുന്നു. അമ്മ അവന് കൊടുത്ത ഗിഫ്റ്റ് ആണിത്. അതും പൊട്ടിച്ചു നോക്കുവാണ് ആളെന്താണെന്ന്. അമ്മ കൊടുത്തതും ഒരു പാന്റും ടീഷർട്ടും ആണ്. പക്ഷെ ടീഷർട്ട് ബ്ലൂ ആയിരുന്നു, ഒരു ലൈറ്റ് കളർ ബ്ലൂ ടീഷർട്ടും അതുപോലെ ഗ്രേ കളർ പാന്റും ആയിരുന്നു. ആ പാന്റ് വലുതാണെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷെ ആ പാന്റും അവന് കറക്റ്റ് ആയിരുന്നു. അത് ഇപ്പോഴത്തെ മോഡൽ മറ്റേ ബാഗി പാന്റ് പോലത്തെ പാന്റ് ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ആ പാന്റും കാണാനായിട്ട്. അപ്പൊ ദേ ആളതെല്ലാം അച്ഛമ്മേനെയും കാണിക്കുകയാണ്. അച്ഛമ്മ ഇപ്പുറത്ത് നിപ്പുണ്ട് നോക്കി. അപ്പൊ ദേ അതെല്ലാം പൊക്കിയെടുത്ത് കാണിക്കുകയാണ് അച്ഛമ്മ അച്ഛച്ചയൊക്കെ കൊണ്ടുവന്നത്. അതിന്റെ ഇടയ്ക്ക് ഇതേണ്ട ഇവിടെ ഒരാള് വിച്ചി ഓടി വന്ന് കാറുമായിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ രണ്ടുപേരും കൂടെ കുറച്ചു നേരം കളിയായി. അതിനുശേഷം വിച്ചി അപ്പുറത്തോട്ട് പോയതിനു ശേഷം എന്താ കിച്ചു ഇവിടെ വന്ന് എന്റെ ഫോണും പിടിച്ചിരുന്ന് കളിയാണ് കേട്ടോ. കൊച്ചച്ഛനുമായിട്ട് വന്നിരുന്ന് കിടക്കുവാണ്. ഞങ്ങളെല്ലാരും ഒന്ന് കിടക്കാന്ന് പറഞ്ഞ് കയറിയതാണ്. പക്ഷെ ആളന്നേരം ഞങ്ങളോട് ഇങ്ങ് പോന്നു. പിന്നെ 3 മണിക്ക് കാപ്പിയൊക്കെ കുടിക്കാൻ എഴുന്നേറ്റപ്പോഴത്തേക്ക് ഉള്ള കോലമാണിത്. അമ്മയൊക്കെ ദാ പോവാനായിട്ട് റെഡി ആയിട്ട് ഏകദേശം നിൽക്കുകയാണ്. കിച്ചു ദേ എന്റെ ഒപ്പം വന്നിരുന്ന് ജനലിന്റെ മേളിൽ കയറി നിന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോ അതിനകത്ത് കയറി വന്നതാണ് കേട്ടോ. ഈ മര്യാദരാമന്മാർ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട് നിങ്ങൾ നല്ലവരാണെന്ന് ചിന്തിക്കരുത്. കൊച്ചച്ഛനെ സോപ്പിട്ട്
കാറിലൊരു റൗണ്ട് പോവാനുള്ള ഷോപ്പിംഗാണ്. ദാ കയ്യും കെട്ടിയിരിക്കുന്നത് കണ്ടില്ലേ രണ്ടുപേരും കൂടെ. ഇപ്പൊ കൊച്ചച്ഛൻ കൊണ്ടുപോകുവാണെ അടങ്ങിയിരിക്കുവാണെ കൊണ്ടുപോകാന്ന് പറഞ്ഞതിന്റെയാണ് ഈ ഒരു അടങ്ങിയിരുത്തം. അപ്പൊ ദേ കൊച്ചച്ഛൻ പറഞ്ഞ വാക്ക് പാലിച്ചു. ദാ രണ്ടുപേരും കൂടെ പോവാനായിട്ട് ഇറങ്ങുവാണ് കേട്ടോ കൊച്ചച്ഛന്റെ കൂടെ. ശേഷം റൗണ്ടടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളും തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. കാരണം ഏകദേശം ഇപ്പൊ ഒരു 4:30, 5 ആവാറായിട്ടുണ്ടായിരുന്നു. വെയിലൊക്കെ മാറി മഴക്കാറിലോട്ട് മാറുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞങ്ങളെന്താ പോവാനായിട്ട് ഇറങ്ങി. ഇനി പിന്നൊരു ദിവസം വരാന്ന് പറഞ്ഞ് അപ്പുറത്ത് വന്നാ പറഞ്ഞേച്ച് പോവാന്നോർത്ത് നിന്നപ്പോഴത്തേക്ക് വിച്ചി ഞങ്ങള് പോകുന്നത് കണ്ടോണ്ട് അപ്പുറത്തോട്ട് ഓടിയിട്ടുണ്ട്. ഇതൊക്കെ ദാ അഞ്ജനയുടെ ചെടികളാണ് കേട്ടോ. അഞ്ജനയുടെയും അമ്മയുടെയും ചെടികളാണ് ഇവിടുത്തെ. അപ്പൊ അതിന്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ ചുമ്മാ എടുത്തതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അതെല്ലാം കാണാനായിട്ട്. ദേ ഇത് കണ്ടോ, ഇതൊരു അമ്പഴങ്ങയാണ് കേട്ടോ. അപ്പൊ അതും ഇതേ ഒരു വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ നന്ദിയാർവട്ടമൊക്കെ ഉണ്ടായിരുന്നു. ദാ അവിടെ ചെന്ന് അണ്ണനോടും ഏട്ടത്തിയോടൊക്കെ യാത്ര പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് വിച്ചിക്ക് ഞങ്ങളുടെ കൂടെ പോരണോന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. ദേ കണ്ടില്ലേ കരഞ്ഞു കേറി വരുന്നത്. ഞങ്ങളുടെ കൂടെ കാറിൽ കയറാനായിട്ട് ഓടുവാണ് ആള്. ഭയങ്കര കരച്ചിലായിരുന്നു. സാധാരണ എപ്പോഴും കിച്ചുവാണ് ഈ ഒരു ടൈമിൽ ഞങ്ങളുടെ കൂടെ പോരാനായിട്ട് കരയുന്നത്. പക്ഷെ കിച്ചുവിനോട് നേരത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സെറ്റാക്കി വെച്ചതുകൊണ്ട് കിച്ചു കരയുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അവൻ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ കാറിൽ നിന്ന് ഇറക്കി കൊച്ചച്ഛന് ഉമ്മ കൊടുക്കണോന്ന് പറഞ്ഞാണ്ട് കൊച്ചച്ഛൻ എടുക്കെ വന്ന് കൊച്ചച്ഛന് ഞാനൊരു ഉമ്മ തരട്ടെ എന്ന് പറഞ്ഞ് വന്നതാണ് കേട്ടോ. പിന്നെ കിച്ചു ഒരു ഉമ്മയൊക്കെ കൊടുത്ത് കൊച്ചച്ഛന് വിച്ചി ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. ദാ രണ്ടുപേരും ഒന്നിനൊന്നിന് കാറെ കേറാനും ഹോണടിക്കാനും ഒക്കെ ഭയങ്കര വഴക്കാണ് കേട്ടോ. ദാ വിച്ചി കണ്ടില്ലേ അതിന്റെ ഇടയ്ക്ക് കൊച്ചച്ചാന്ന് പറഞ്ഞ് ഓടി വരുവാണ് കേട്ടോ. ഇവര് മൂന്നുപേരും ഭയങ്കര കൂട്ടാണ് എപ്പോഴും. ശേഷം ഞങ്ങൾ യാത്ര പറഞ്ഞത് ആ രണ്ടുപേരും വാതിൽക്കൽ നിൽപ്പുണ്ട്. എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങളും അവിടുന്ന് ഇറങ്ങി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.